ഈ ഗൗരിയമ്മ മനസ്സ് തുറക്കുന്ന അപൂർവം ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ ഒരാളായിരുന്നു താങ്കൾ. അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു കുറിപ്പും ഞാനിത് വായിച്ചു. കാരണം അവസാന കാലത്തെ ഒറ്റപ്പെടലിനെക്കുറിച്ച് ഗൗരിയമ്മ താങ്കളോട് പറഞ്ഞ കാര്യം, ടി.വി. തോമസുമായുള്ള ബന്ധം, എല്ലാ മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഗൗരിയമ്മ നേരെ തൻ്റെ റൂമിനകത്ത് കൊണ്ടുപോയി ടി.വിയും ഒത്തുള്ള ചിത്രങ്ങൾ ആ ചുവരിൽ തൂക്കിയിരിക്കുന്നത് മൊത്തം കാണിക്കും. എന്നിട്ട് പറയാം ആ സ്നേഹബന്ധത്തിൻ്റെ കഥ അത് ആ തരത്തിൽ ഇപ്പോഴും തനിക്കുണ്ട് എന്ന രീതിയിൽ വിവരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ശ്രീ വേണുകുമാർ ഉണ്ടാകും ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട്. എനിക്ക് അതിൽ പറയാനുള്ളത്, ഇവിടെ സംസാരിച്ച അഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ കേരളം ഗൗരിയമ്മയുടെ നീതി കാണിച്ചോ എന്നുള്ളതാണ് എന്റെ പ്രധാന ചോദ്യം. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നൂറ്റാണ്ട് ഇവിടെ ജീവിച്ച് കേരളത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഗൗരിയമ്മയ്ക്ക്, അല്ലെ ഗൗരിയമ്മയോട് കേരളം എങ്ങനെ പെരുമാറി എന്നുള്ളൊരു വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുക. സി പി ജോണും സുജാതയൊക്കെ ഇവിടെ സംസാരിക്കും. ഞാൻ പറയുന്നത്, നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മളെ ഒപ്പം നവോത്ഥാനത്തിൽ മുൻപിലല്ലാത്ത സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് കിട്ടിയ ഒരു പരിഗണന ഗൗരിയമ്മയ്ക്ക് കിട്ടിയോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ഇപ്പോ നമ്മൾ നോക്കിയാല്, ഇപ്പോ ഷീലാ ദീക്ഷിത് ആയാലും ജയലളിത, വസുന്ധര രാജ, അങ്ങനെ ഒരുപടി നേതാക്കന്മാര് നമ്മൾ നോക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ എന്തായിരുന്നു ഗൗരിയമ്മയ്ക്കുള്ള അയോഗ്യത എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല സമ്പന്നമായ ഒരു ചുറ്റുപാടിൽ ജനിച്ച ഗൗരിയമ്മ, അക്കാലത്ത് BA BL ബിരുദം നേടിയ വനിതകൾ നമ്മുടെ പരിസരങ്ങളിലില്ല. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ ആദ്യത്തെ BL-കാരിയാണ് ഗൗരിയമ്മ വനിതകളിൽ. അങ്ങനെയുള്ള ഗൗരിയമ്മയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പല സമയത്തും അഭിമുഖങ്ങൾക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ഗൗരിയമ്മ സ്വയം ഒന്ന് പരിഹസിക്കും. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും, എന്നിട്ട് ഞാൻ ഭരിച്ചോളൂ എന്നോട് ചോദിക്കും. എന്നിട്ട് ഗൗരിയമ്മ ആ കുറ്റം മുഴുവൻ അത് EMS-ലേക്കാണ് ചാർത്തുക. EMS-ന്റെ സവർണ മനോഭാവം കൊണ്ടാണ് ഗൗരിയമ്മയ്ക്ക് ആ ഒരു പദവി നിഷേധിക്കപ്പെട്ടത് എന്നായിരുന്നു പല തവണ എന്നോടും ഉണ്ട്, മറ്റു പല മാധ്യമപ്രവർത്തകരോടും ഈ അഭിപ്രായം അവർ പങ്കുവച്ചിട്ടുണ്ട്. അല്ല, ഗൗരിയമ്മയെ ഇഷ്ടപ്പെടുന്ന, ഗൗരിയമ്മയെ ഒരുപാട് നേതാവായി കാണുന്ന ആളുകൾ വിളിച്ച ഒരു മുദ്രാവാക്യം എന്നതിനപ്പുറം CPM-ന്റെ ഔദ്യോഗിക വിശദീകരണം ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയായി കണ്ടിട്ടില്ല എന്ന രീതിയിലാണ് അവർ പലപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരമായി നേതാക്കൾ പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പദവി ലഭിക്കാൻ അയോഗ്യത ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇത്രയും മുതിർന്ന നേതാവ്, നമ്മൾ പറയുന്നു 1948 തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മുതൽ മത്സരിച്ചു, 57 ആദ്യ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടായി, അവരുടെ കഴിവുകളെ ആരും കുറച്ച് കാണുന്നില്ല. അങ്ങനെയൊക്കെയുള്ള KR ഗൗരിയമ്മ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അവരെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വിളിച്ചതായിക്കോട്ടെ, ആ ജനങ്ങളുടെ അഭിലാഷമായിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അത് അവർക്ക് നിഷേധിക്കപ്പെടാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഒരു CPM-നെ മാത്രമായിട്ടല്ല പറയുന്നത്. അതിനുശേഷം അവർ UDF-ൽ വന്നല്ലോ, UDF-ലും അവരെ മുഖ്യമന്ത്രിയാക്കാമായിരുന്നു. ആരും ആക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വസ്തുത. ഞാൻ പറയുന്നത് ഗൗരിയമ്മയെ പോലെ മുതിർന്ന ഒരു നേതാവിനെ നമ്മൾ വേണ്ട രീതിയിൽ അവർക്ക് ആ ഒരു നീതി ഉറപ്പാക്കിയില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, തിരിച്ചു വരാം. പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് 4 പേരും തുടരുന്നുണ്ട്. ശ്രീ S.T. വേണുകുമാർ, ശ്രീ CP ജോൺ, ശ്രീ S. സുജാത, ഒപ്പം ശ്രീ വിജയരാഘവൻ. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.